നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരേക്ക് പങ്കുവയ്ക്കുന്നത്. കൊട്ടാരക്കര മൈലത്ത് നിന്നും ഇപ്പോൾ MDMA പിടികൂടിയതായുള്ള വിവരമാണ് പുറത്തു വരുന്നത്. മലദ്വാരത്തിൽ ഒളിപ്പിച്ചു വെച്ച ആ ഒരു MDMA ആണ് ഇപ്പോൾ ബന്ധപ്പെട്ട ഡാൻസ് ഓഫ് സംഘം പിടികൂടിയിരിക്കുന്നത്. കൊല്ലം ജില്ലാ ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലാണ് ഇപ്പോൾ ഒരു യുവാവായിരിക്കുന്നത്. അഞ്ചര സ്വദേശിയായ ഹവൈ എന്ന യുവാവിനെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് മലദ്വാരത്തിൽ ഒളിപ്പിച്ചിരിക്കുന്ന MDMA അല്പസമയത്തിനകം പുറത്തുവരും. അതിനുവേണ്ടി ഉള്ള പരിശോധനകൾ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുകയാണ്. കൊട്ടാരക്കര മൈലത്ത് നിന്നായിരുന്നു, ബാംഗ്ലൂരിൽ നിന്നുമാണ് ബസ്സിൽ MDMA എത്തിച്ചത്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് വലിയ ട്രേസിംഗ് മറ്റും നടത്തി ഇപ്പോൾ മൈലത്ത് നിന്നും ആ ഒരു യുവാവിനെ പിടികൂടിയിരിക്കുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ അതിൻ്റെ ആ ഒരു സ്കാനിങ്ങും മറ്റു കാര്യങ്ങളും നടത്തിയെങ്കിൽ മാത്രമേ ആ ഒരു MDMA പുറത്ത് എടുക്കുകയുള്ളൂ. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് SI ജ്യോതിഷ് ചിറവൂർ, അതുപോലെ തന്നെ മറ്റ് നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ നഹാസ്, അതുപോലെ മറ്റ് ബിബിൻ ക്ലീറ്റസ് അടക്കമുള്ള നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഡാൻസ് ഓഫ് സംഘമാണ് ഇപ്പോൾ വലിയ ഒരു ഈ ഒരു MDMA വേട്ട നടത്തിയിരിക്കുന്നത്. മൈലത്ത് നിന്നുമാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ബാലാജി S കുറുപ്പ് അടക്കമുള്ള നിരവധി പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം ഇപ്പോൾ ഈ ഒരു യുവാവിനെ പിടികൂടിയിരിക്കുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ മറ്റ് സ്കാനിങ്ങും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ഇപ്പോൾ യുവാവ് ഈ ഒരു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ ഒരു പൊൻതൂവൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത്. കാരണം നമുക്കറിയാം, കൊല്ലം റൂറൽ ജില്ലയിൽ നിരവധി പ്രദേശങ്ങളിൽ പല രീതിയിലുള്ള ലഹരി വേട്ട നടത്തുന്ന സംഘമാണ് ഈ ഒരു കൊല്ലം റൂറൽ ജില്ലയിലെ ഡാൻസ് ഓഫ് സംഘം. ജ്യോതിഷ് ചിറവുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം, അതുപോലെ ബാലാജി S കുറുപ്പ്, അതുപോലെ തന്നെ ബിബിൻ ക്ലീറ്റസ് അടക്കമുള്ള ഒരു പോലീസ് സംഘമാണ് ഇപ്പോൾ ആ ഒരു യുവാവിനെ വലയിലാക്കിയിരിക്കുന്നത്. മൈലത്ത് നിന്നുമാണ് വലയിലാക്കിയിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നുമാണ് ഈ ഒരു MDMA എത്തിച്ചത്. ആ ഒരു യുവാവ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന ആ ഒരു MDMAയുമായാണ് ഇപ്പോൾ യുവാവിനെ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയിരിക്കുന്നത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ മറ്റ് സ്കാനിങ്ങും മറ്റ് കാര്യങ്ങളുമൊക്കെ ചെയ്യും. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. എന്തായാലും ആ ഒരു പോലീസിന്റെ ഒരു പഴുതടച്ച അന്വേഷണം തന്നെ. കാരണം കൊല്ലം റൂറൽ ജില്ലയിൽ പല ഭാഗത്ത് ലഹരി വേട്ടയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കൊല്ലം റൂറൽ ജില്ലയിലെ ഡാൻസ് ഓഫ് പോലീസ് സംഘങ്ങളുടെ ഒരു വലിയ അന്വേഷണം തന്നെ, അന്വേഷണത്തിന്റെ മികവ് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വലിയ ലഹരി വേട്ട നടത്തുവാൻ കഴിഞ്ഞത്. കൊട്ടാരക്കര മൈലത്ത് നിന്നുമാണ്, പെട്രോൾ പമ്പിൽ നിന്നുമാണ് ഈ ഒരു യുവാവിനെ കസ്റ്റഡിയിലെടുത്തത്. അഞ്ചൽ സ്വദേശി അഭയ് എന്ന 23-കാരനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ആ യുവാവിനെ മെഡിക്കൽ നടപടികൾക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്ന് സ്കാനിംഗ് നടപടികൾ പൂർത്തിയാക്കും. അപ്പോഴേക്കും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ ആ ഒരു യുവാവിനെ എത്തിച്ചിരിക്കുന്നത്. കൊല്ലം റൂറലിലെ ഡാൻസ് ഓഫ് സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ജ്യോതിഷ് ചിറവൂർ, അതുപോലെ തന്നെ ബാലാജി S കുറുപ്പ്, അതുപോലെ തന്നെ നഹാസ്, അതുപോലെ ബിബിൻ ക്ലീറ്റസ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഇതിന് നേതൃത്വം കൊടുത്തത്. അങ്ങനെ എന്തായാലും ഇപ്പോൾ പ്രതിയായിട്ടുള്ള ആളെ ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ മറ്റ് സ്കാനിംഗ് നടപടികൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം പോലീസിന്റെ ആ ഒരു കൊല്ലം റൂറൽ ജില്ലയിലെ പല മേഖലകളിലായിട്ട് പല ഭാഗത്തു നിന്നും നിരവധി ലഹരി വേട്ടകൾ നടത്തിയിട്ടുള്ള പോലീസ് സംഘം ഡാൻസ് ഓഫ് സംഘമാണ്. അതായത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, കോളേജുകൾ കേന്ദ്രീകരിച്ച്, റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ KSRTC ഉൾപ്പെടെ പല ഈ ആളുകൾ കൂടുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച് നിരവധി ലഹരി വേട്ടകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് സംഘമാണ് ഇപ്പോൾ ഈ ഒരു യുവാവിനെ പിടികൂടിയത് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അല്പസമയത്തിനകം ആ ഒരു യുവാവിനെ പുറത്തേക്ക് കൊണ്ടുവരും. റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ പ്രധാനിയായിട്ടുള്ള ജ്യോതിഷ് ചിറവൂർ, അതുപോലെ തന്നെ മറ്റ് ബാലാജി S കുറുപ്പ്, അതുപോലെ നഹാസ്, അതുപോലെ തന്നെ ബിബിൻ ക്ലീറ്റസ് അടക്കമുള്ള ഒരു നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു മറ്റ് നടപടികൾ പൂർത്തിയാക്കുക. കൊട്ടാരക്കര മൈലത്ത് നിന്ന്, പെട്രോൾ പമ്പിന് സമീപത്ത് നിന്നുമാണ് ഈ ഒരു ബാംഗ്ലൂർ ബസ്സിൽ വന്ന് ഇറങ്ങിയ സമയത്ത് ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ പിടികൂടിയത്. പോലീസിന്റെ ആ ഒരു മികവിന്റെ ആ ഒരു പ്രവർത്തനം തന്നെയാണ്. കാരണം നമ്മുടെ ഈ ഒരു കൊല്ലം റൂറൽ ജില്ലയിൽ പല മേഖലകളിലായി നിരവധി പ്രദേശത്ത് നിരവധി ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ നശിച്ചു പോകുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ ഒരു പ്രധാന ക്യാമ്പയിൻ തന്നെയാണ് ഈ ലഹരിക്കെതിരെയുള്ള ഒരു വലിയ ഒരു പ്രവർത്തനം. ഒരുപാട് നിരവധി ആളുകൾ പല മേഖലകളിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആ ഒരു പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ ശക്തമായ ആ ഒരു രീതിയിൽ
പ്രതികരണം കൊടുക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ലഹരി വേട്ടയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ആ കൊല്ലം റൂറൽ പോലീസ് സംഘത്തിലെ ഡാൻസ് ഓഫ് പോലീസ് അംഗങ്ങൾക്ക് KTR മീഡിയയുടെ ബിഗ് സല്യൂട്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും നമുക്കറിയാം നമ്മുടെ യുവതലമുറയെ കാർന്നു തിന്നുന്ന തരത്തിലാണ് പല മേഖലകളിലായിട്ട് ഈ ഒരു ലഹരി സംഘം വിലസുന്നത്. രാസലഹരിയായ MDMA ആണ് ഇപ്പോൾ ഒരു യുവാവ് മലദ്വാരത്തിൽ ഒളിപ്പിച്ചുകൊണ്ടുവരികയും അങ്ങനെ അത് പോലീസിന് വിവരം ലഭിക്കുകയും അങ്ങനെ പോലീസിന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൊട്ടാരക്കര മൈലത്ത് നിന്നും ബന്ധപ്പെട്ട കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് SI ജ്യോതിഷ് ചിറവൂരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇപ്പോൾ പിടികൂടിയിരിക്കുന്നുവെന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ചൽ സ്വദേശിയായ അഭയ് 23 വയസ്സ് കൊട്ടാരക്കര പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അല്പസമയത്തിനകം സ്കാനിംഗ് നടപടികൾ പൂർത്തിയാക്കും. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ ലഭ്യമാകും. നമുക്ക് പ്രാഥമികമായി കിട്ടിയ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. വളരെ വലിയൊരു വേട്ട തന്നെയാണ്, ലഹരി വേട്ട തന്നെയാണ് ഇപ്പോൾ കൊട്ടാരക്കരയിൽ നടന്നിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര പോലീസ് അധികാരികളടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഡാൻസ് ഓഫ് പോലീസും അതുപോലെ തന്നെ കൊല്ലം റൂറൽ ജില്ലയിലെ പോലീസ് അധികാരികളും ചേർന്നുകൊണ്ട് നടത്തിയ ആ ഒരു പരിശോധനയ്ക്കൊടുവിലാണ് ഇപ്പോൾ ആ ഒരു യുവാവിനെ MDMAയുമായി പിടികൂടിയിരിക്കുന്നത്. മലദ്വാരത്തിൽ ഒളിപ്പിച്ചിരിക്കുന്ന MDMA മറ്റ് സ്കാനിംഗ് നടപടികളിലൂടെ പുറത്തെടുക്കും. കൊട്ടാരക്കര ഗവൺമെന്റ് ആശുപത്രിയിലാണ് ഇപ്പോൾ ആ ഒരു പ്രതിയുള്ളത്. അഞ്ചൽ സ്വദേശിയായിട്ടുള്ള അഭയ് എന്ന ആ ഒരു 23-കാരനെയാണ് ബന്ധപ്പെട്ട ജ്യോതിഷ് ചിറവൂരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയിരിക്കുന്നത്. അല്പസമയത്തിനകം മറ്റ് സ്കാനിംഗ് നടപടികൾ പൂർത്തിയാക്കും. അതിനുശേഷം ആ ഒരു MDMAയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ഈ ഒരു പരിശോധന വളരെ വലിയ രീതിയിലായിരുന്നു. അതായത് ഈ ഒരു പ്രതിക്കെതിരെ വലിയ രീതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു തിരച്ചിൽ നടക്കുകയായിരുന്നു. അതായത് ബാംഗ്ലൂരിൽ നിന്നും പ്രതിയെ കൊണ്ടുവരികയായിരുന്നു. അഭയ് എന്നാണ് ആ ഒരു അഞ്ചൽ സ്വദേശിയായിട്ടുള്ള അഭയ് എന്ന ആ ഒരു 23-കാരനെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ മറ്റ് സ്കാനിംഗ് നടപടികൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് റൂറൽ ഡാൻസ് ഓഫ് SI ജ്യോതിഷ് ചിറവൂരാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ പ്രവർത്തനം, കാരണം ലഹരിക്കെതിരെ സന്ധിയില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ലഹരിക്കെതിരെ കൃത്യമായി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും ഒരുപാട് ആളുകളെ വലയിലാക്കിയിട്ടുള്ള ആ ഒരു വ്യക്തിത്വമാണ് ഈ ഒരു ജ്യോതിഷ് ചിറവൂർ. അതുപോലെ തന്നെ ബാലാജി S കുറുപ്പ് അടക്കമുള്ള നിരവധി പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ആ ഒരു പ്രതിയെ എത്തിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം ആ പ്രതിയെ ഇവിടെ നിന്നും മറ്റ് സ്കാനിംഗ് നടപടികൾക്കായി കൊണ്ടുപോകും. വളരെ വലിയ ഒരു ലഹരി വേട്ട തന്നെയാണ് കൊട്ടാരക്കര മൈലത്ത് നടന്നത്. ബാംഗ്ലൂരിൽ നിന്നുമാണ് MDMA എത്തിച്ചതായിട്ടുള്ള വിവരം ബന്ധപ്പെട്ട കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ചത്. അങ്ങനെ ഡാൻസ് ഓഫ് സംഘത്തിന്റെ ആ ഒരു വലിയ രീതിയിലുള്ള പരിശ്രമത്തിനൊടുവിൽ മൈലത്ത് നിന്നും ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ദൃശ്യങ്ങളിൽ കാണുന്നത് ജ്യോതിഷ് ചിറവൂർ. അദ്ദേഹം നമുക്കറിയാം ഒരുപാട് ലഹരിക്കെതിരെ ഒരുപാട് വേട്ട നടത്തി നിരവധി ആളുകളെ ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ ബാലാജി S കുറുപ്പ്, അതുപോലെ തന്നെ നഹാസ്, അങ്ങനെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിക്ക് മുന്നിലുണ്ട്. അതുപോലെ കൊട്ടാരക്കര SI അഭിലാഷ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. താലൂക്ക് ആശുപത്രിയിൽ അല്പസമയത്തിനകം മെഡിക്കൽ നടപടികൾ പൂർത്തിയാക്കും. അതുപോലെ തന്നെ സ്കാനിംഗ് നടത്തും. അതായത് സാധാരണ കൊണ്ടുവരുന്ന നമുക്കറിയാം പല രീതിയിൽ MDMA കടത്താറുണ്ട്. പക്ഷേ അപൂർവങ്ങളായി കാണുന്ന രീതിയാണ് ഈ ഒരു മലദ്വാരത്തിൽ MDMA കടത്തിക്കൊണ്ടുവന്ന ആ ഒരു യുവാവിനെ 23-കാരനാണ്, അഭയ് എന്നാണ് പേര്, അഞ്ചൽ സ്വദേശിയാണ്. ആ ഒരു യുവാവിനെ ഇപ്പോൾ ബന്ധപ്പെട്ട കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് സംഘം വലയിലാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പങ്കുവയ്ക്കുന്നത്. നമുക്ക് അറിയാം നമ്മുടെ യുവതലമുറയെ കാർന്നു തിന്നുന്ന തരത്തിൽ രാസലഹരികൾ നമ്മുടെ പല മേഖലകളിലായിട്ട് വ്യാപകമാകുമ്പോൾ കൊല്ലം റൂറൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ പരിശ്രമം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ആ ഒരു നിയമ നടപടികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വളരെയധികം പണിപ്പെട്ട്, അല്ലെങ്കിൽ വളരെ സാഹസികമായി തന്നെ എന്ന് പറയേണ്ടതായി വരും. കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഒരു യുവാവിനെ പറ്റി വിവരം ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുറകെ പിന്തുടരുകയും അങ്ങനെ പിന്തുടർന്ന് മൈലത്ത് ഈ യുവാവ് എത്തിയ സമയത്ത് മൈലം പെട്രോൾ പമ്പിന് സമയത്ത് എത്തിയ സമയത്ത് ആ യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. എന്തായാലും ബന്ധപ്പെട്ട കൊട്ടാരക്കര പോലീസ് അധികാരികൾ ഉൾപ്പെടെ ഇപ്പോൾ ആ ഒരു സംഭവ സ്ഥലത്തുണ്ട്. നമുക്ക് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, ഈ കൊല്ലം റൂറൽ ജില്ലയിൽ പല മേഖലകളിലായിട്ട് പല രീതിയിലുള്ള ലഹരി വേട്ടകളാണ് ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ നടത്തിയിട്ടുള്ളത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ജ്യോതിഷ് ചിറവൂർ, ബാലാജി S കുറുപ്പ്, അതുപോലെ തന്നെ നഹാസ്, അതുപോലെ തന്നെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടും പറയാനുള്ളത്. കാരണം ലഹരിക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത രീതിയിലാണ് ബന്ധപ്പെട്ട ഈ റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നത്.
അല്പസമയത്തിനകം ഈ ഒരു യുവാവിനെ പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് പിന്നീട് സ്കാനിങ് നടപടികളിലേക്ക് ആയിരിക്കും പോവുക. സ്കാനിങ് നടപടികളിലൂടെ മാത്രമേ അതിൻ്റെ ആ ഒരു തൂക്കവും മറ്റ് കാര്യങ്ങളും ലഭ്യമാവുകയുള്ളൂ. അല്പസമയത്തിനകം ആ യുവാവിനെ ഈ ഒരു പോലീസിൻ്റെ ഇപ്പോൾ 8 പോസ്റ്റിലാണ് ആ ഒരു യുവാവുള്ളത്. അല്പസമയത്തിനകം പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും വളരെ വലിയ ഒരു ലഹരി വേട്ട തന്നെയാണ് ബന്ധപ്പെട്ട പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടന്നിരിക്കുന്നത്. കൊട്ടാരക്കര പോലീസിനും അതുപോലെ തന്നെ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് പോലീസ് സംഘത്തിനുമെല്ലാം വലിയ ഒരു അഭിനന്ദന പ്രവാഹം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നമുക്കറിയാം പല രീതിയിൽ പല മേഖലകളിൽ MDMA കടത്തുകൾ, രാസലഹരി കടത്തുകൾ നടക്കുമ്പോൾ വളരെയധികം പരിശ്രമിച്ചുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ആ ഒരു MDMA ഈ ഒരു യുവാവിന്റെ മലദ്വാരത്തിലുണ്ടെന്ന് കണ്ടുപിടിക്കുവാൻ പോലീസിന് കഴിഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ യുവാവിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് സംഘം വളരെയധികം പരിശ്രമിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് ആ ഒരു യുവാവിനെ പിടികൂടി എത്തിച്ചിരിക്കുന്നത്. മൈലത്ത് നിന്നുമാണ് പിടികൂടിയത്. അഞ്ചൽ സ്വദേശി ഹഫൈ എന്ന ആ ഒരു 23-കാരനാണ് ഇപ്പോൾ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെയും കൊട്ടാരക്കര പോലീസിന്റെയും കസ്റ്റഡിയിലുള്ളത്. അല്പസമയത്തിനകം പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് സ്കാനിംഗ് നടപടികൾക്കായി കൊണ്ടുപോകും. സ്കാനിംഗ് നടപടികളിൽ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുക. എന്തായാലും ഈ ഒരു നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് ലഹരിക്കെതിരെ വലിയ രീതിയിലുള്ള ആ ഒരു നിരവധി നിയമ നടപടികൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിരവധി ലഹരി മാഫിയകളെ വറുതിയിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നിരവധി കഞ്ചാവ് ലോബികളെയൊക്കെ തന്നെ വലയിലാക്കിയിട്ടുള്ള നമുക്കറിയാം കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് സംഘം അതിൽ SI ആയിട്ടുള്ള ആ ഒരു ജ്യോതിഷ് തിറവൂരാണ്. അതുപോലെ തന്നെ ജ്യോതിഷ് തിറവൂർ, അതുപോലെ ബാലാജി S കുറുപ്പ്, അങ്ങനെ നഹാസ്, അതുപോലെ തന്നെ വിപിൻ ക്ലീറ്റസ് അടക്കമുള്ള നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുടെ ആ ഒരു സാന്നിധ്യം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടം തന്നെയാണ്. കാരണം നമുക്കറിയാം ഈ ഒരു ഇപ്പോൾ നമ്മുടെ പ്രൈവറ്റ് സ്റ്റേഷനുകളായാലും സ്കൂളുകളായാലും കോളേജുകളായാലും KSRTC സ്റ്റാൻഡുകളായാലും കേന്ദ്രീകരിച്ച് പല മേഖലകളിൽ പല രീതിയിൽ ലഹരിയുടെ വ്യാപനം കൂടി വരുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട പോലീസിന്റെ ഒരു പഴുതടച്ച അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന ആ ഒരു MDMA പിടികൂടിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ മറ്റ് സ്കാനിംഗ് നടപടികൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കറിയാം പല രീതിയിൽ MDMA കടത്തുകൾ പല മേഖലകളിലായി നടക്കാറുണ്ട്. പക്ഷേ ഇത് വലിയ ഒരു കാരണം വളരെയധികം പ്രയാസപ്പെട്ട് അല്ലെങ്കിൽ വളരെ ബുദ്ധിപരമായ നീക്കത്തിലൂടെയാണ് പോലീസിന് ഇത് കണ്ടെത്തുവാൻ കഴിഞ്ഞത്. നമുക്കറിയാം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് അല്പസമയത്തിനകം ഈ യുവാവിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് കാണാൻ കഴിയും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ അത് മറ്റ് നടപടിക്രമങ്ങൾ ഉടനെ തന്നെ പൂർത്തിയാക്കും. നമുക്ക് കൊല്ലം റൂറൽ പോലീസിന്റെ ആ ഒരു പ്രവർത്തനത്തെ എത്രയെത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. കാരണം അവർ ഒരുപാട് ലഹരി വേട്ടകൾ നടത്താറുണ്ട്. നമുക്ക് പല സ്റ്റേഷനുകളിൽ നിന്നുള്ള ജ്യോതിഷ് തിറവൂരിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഒരുപാട് ലഹരി ലോബികളെ അല്ലെങ്കിൽ കഞ്ചാവ് ലോബികളെയൊക്കെ തന്നെ പിടികൂടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെയധികം സാഹസികമായി പിടികൂടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കൊട്ടാരക്കരയിലും ഇപ്പോൾ അങ്ങനെ ഒരു സമാനമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന ആ ഒരു MDMA പിടികൂടിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പങ്കുവയ്ക്കുന്നത്. അഞ്ചൽ സ്വദേശിയായിട്ടുള്ള അഫൈയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. കൊട്ടാരക്കര പോലീസ്, അതുപോലെ തന്നെ റൂറൽ ഡാൻസ് ഓഫ് ഉൾപ്പെടെയുള്ള പോലീസ് അധികാരികൾ ഒരുപാട് പെട്രോൾ പമ്പ് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ ഒരു ഇത് തന്നെ നമുക്ക് കൊട്ടാരക്കര താലൂക്ക് നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഡാൻസ് ഓഫ് പോലീസിന്റെയും മറ്റ് പോലീസ് സംഘങ്ങളുടെയും ഒക്കെ ഒരു വലിയ സംഘം തന്നെ ഇപ്പോൾ ഇവിടെയുണ്ട്. കാരണം അല്പസമയത്തിനകം ഈ യുവാവിനെ പുറത്തേക്ക് കൊണ്ടുവരും, മറ്റ് സ്കാനിംഗ് നടപടികൾ പൂർത്തിയാക്കും. നമുക്ക് ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം ഒരു ബിഗ് സല്യൂട്ട് തന്നെ നൽകാം. വളരെ വലിയ ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. കാരണം നമുക്കറിയാം പല മേഖലകളിലായിട്ട് വർദ്ധിച്ചു വരുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട് നിരവധി ഓപ്പറേഷനുകളാണ് ഈ പോലീസ് അധികാരികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഡാൻസ് ഓഫ് സംഘത്തിന്റെ ഒരു വലിയ ഒരു പരിശോധന തന്നെയെന്ന് നമുക്ക് പറയേണ്ടതായി വരും. അല്പസമയത്തിനകം മറ്റ് നടപടികൾ ഇപ്പോൾ അവർ പൂർത്തിയാക്കും. അപ്പോൾ ഈ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് SI ജ്യോതിഷ് തിറവൂരിനും അതുപോലെ തന്നെ കൂടെയുള്ള സഹായികളായിട്ടുള്ള ബാലാജി S കുറുപ്പ്, അതുപോലെ തന്നെ വിപിൻ ക്ലീറ്റസ്, അതുപോലെ തന്നെ നഗാസ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് KTR മീഡിയയുടെ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. കാരണം അവർ നമുക്കറിയാം നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഈ ഒരു ലഹരികൾ അല്ലെങ്കിൽ ലഹരി മൂലമുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കറിയാം.
നമുക്കറിയാം അക്രമങ്ങളും കൊലപാതകങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ ലഹരിക്കെതിരെയുള്ള വലിയ ഒരു പരിശ്രമം തന്നെയാണ് ഇപ്പോൾ ബന്ധപ്പെട്ട പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനകം ആ ഒരു യുവാവിനെ ഈ ഒരു റൂമിനുള്ളിൽ നിന്ന് പോലീസിന്റെ എയ്ഡ് പോസ്റ്റിലാണ് ഇപ്പോൾ ആ ഒരു യുവാവുള്ളത്. ഇനി സ്കാനിംഗ് നടപടികൾ പൂർത്തിയാക്കും. സ്കാനിംഗ് നടപടികളിലൂടെ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. MDMAയുടെ അളവ് ഉൾപ്പെടെ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും നമുക്ക് പെട്ടെന്ന് കിട്ടിയ വിവരം അനുസരിച്ചാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇങ്ങനെയൊരു വീഡിയോ എത്തിക്കുന്നത്. എന്തായാലും ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോയിലൂടെയൊക്കെ പോലീസിന്റെ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൊട്ടാരക്കരയിൽ എന്ന് മാത്രമല്ല കൊല്ലം റൂറൽ ജില്ലയിലെ പല സ്ഥലങ്ങളിൽ പോലീസിന്റെ വലിയ രീതിയിലുള്ള ലഹരിക്കെതിരെയുള്ള ആ ഒരു ഓപ്പറേഷനുകൾ നമുക്ക് കാണുന്നതാണ്. അങ്ങനെ ഒരുപാട് പേരെ സാഹസികമായും അല്ലാതെയും ഒക്കെ ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ പിടികൂടാറുണ്ട്. ഇത് വളരെ ബുദ്ധിപരമായി നമുക്കറിയാം പല രീതിയിലാണ് ഈ MDMAയും മറ്റ് രാസലഹരിയും പലരും ഒളിപ്പിച്ചുകൊണ്ടുവരുന്നത്. ഇത് മലദ്വാരത്തിൽ ഒളിപ്പിച്ചുകൊണ്ടുവന്നതാണ്. ആ ഒരു MDMA ആണ് ഇപ്പോൾ ബന്ധപ്പെട്ട കൊട്ടാരക്കര പോലീസ് അധികാരികൾ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പങ്കുവയ്ക്കുന്നത്. അല്പസമയത്തിനകം ആ ഒരു യുവാവിനെ പുറത്തേക്ക് കൊണ്ടുവരും. പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം സ്കാനിംഗ് നടപടികൾക്കായി കൊണ്ടുപോകും. സ്കാനിംഗ് നടപടികളിൽ നമുക്ക് ആ ഒരു കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. പോലീസിൽ നിന്നും നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ ആ ഒരു യുവാവുള്ളത്. നമുക്ക് അറിയാം പല ഭാഗങ്ങളിലായിട്ട് കഞ്ചാവായാലും MDMA ആയാലും അതുപോലെ തന്നെ പല രീതിയിലുള്ള രാസലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് നിരവധി അക്രമങ്ങൾ പല മേഖലകളിലായി നടക്കുന്ന സാഹചര്യം. അങ്ങനെ നടക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ ഒരു വലിയ രീതിയിലുള്ള പരിശ്രമം അവർ ഒരുപാട് ആളുകളെ വലയിലാക്കിയിട്ടുണ്ട്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. 23 പിന്നല്ലേ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. ഓരോ ദിവസങ്ങളിലും എത്രയെത്ര സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ലഹരിക്കെതിരെ പല വിഷയങ്ങൾ പല മേഖലകളിലായിട്ട് നടക്കുന്നു. അങ്ങനെ കൊട്ടാരക്കരയിൽ ഇപ്പോൾ മൈലത്ത് നിന്നും ഒരു യുവാവിനെ MDMAയുമായി പിടികൂടിയിരിക്കുന്നു. അഞ്ചൽ സ്വദേശി അഭയ് എന്ന യുവാവിനെയാണ് പിടികൂടിയിരിക്കുന്നത്. അല്പസമയത്തിനകം പുറത്തേക്ക് കൊണ്ടുവരും. എന്തായാലും വളരെ വലിയ ഒരു മാതൃകാപരമായ പ്രവർത്തനം. കാരണം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് പോലീസ് പലയിടത്തായിട്ട് പല രീതിയിലുള്ള പരിശ്രമങ്ങൾ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ കൊല്ലം റൂറൽ പോലീസ് വലിയ ഈ ലഹരി കടത്തുകാരെ ഏത് രീതിയിലും, കാരണം കേരള പോലീസിന്റെ ഒരു പ്രവർത്തനം അങ്ങനെയാണ്, ഏത് രീതിയിലും ഈ അവരെയൊക്കെ വലയിലാക്കും. എത്ര രീതിയിൽ എങ്ങനെ ഒളിപ്പിച്ചുകൊണ്ട് വന്നാലും അത് വലയിലാക്കും എന്നുള്ളതിന്റെ ഒരു തെളിവ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഈ വന്ന സാഹചര്യത്തിൽ എങ്ങനെ ആ യുവാവിനെ വലയിലാക്കാൻ ബന്ധപ്പെട്ട് പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട് വിലസി നടക്കുന്ന ആൾക്കാരോട് പറയുവാനുള്ളത്, പോലീസിന്റെ ആ ഒരു സംഘം എല്ലാ രീതിയിലും വലയിലാക്കുവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറണമെന്നാണ് നമുക്ക് പറയുവാനുള്ളത്. ഏറ്റവും കൂടുതൽ ഈ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് സംഘമാണ് ഒരുപാട് ആളുകളെ വലയിലാക്കിയിട്ടുള്ളത്. അങ്ങനെ MDMA ആയാലും അതുപോലെ രാസലഹരി ആയാലും അങ്ങനെ കടത്തു നടത്തുന്ന നിരവധി ആളുകളെ കൃത്യമായി വളരെ സാഹസികമായി ഉൾപ്പെടെ അവർ വലയിലാക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ അദ്ദേഹത്തെ എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം മറ്റ് നടപടികൾ പൂർത്തിയാക്കും. സ്കാനിംഗ് നടപടികൾ പൂർത്തിയാക്കും. കൂടുതൽ വിവരങ്ങൾ അന്നേരം മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ബാംഗ്ലൂരിൽ നിന്നാണ് ഈ ഒരു ലഹരി വസ്തു എത്തിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് സംഘം വളരെ വലിയ രീതിയിലുള്ള വളരെ ബുദ്ധിപരമായ നീക്കത്തിലൂടെയാണ് ഇപ്പോൾ ആ ഒരു യുവാവിനെ കൊട്ടാരക്കര മൈലത്ത് നിന്നും പിടികൂടിയിരിക്കുന്നത്. നമുക്ക് പറയാനുള്ള മറ്റു കാര്യം, പല മേഖലകളിലായി പല ലഹരിക്കടത്തുകൾ വ്യാപിച്ചു വരുന്ന സാഹചര്യത്തിൽ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് സംഘം ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിലാണ് പല മേഖലകളിൽ നിന്നും നിരവധി യുവാക്കളെ പിടികൂടുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെയുള്ള ആ ഒരു ലഹരിക്കടത്ത് നടത്തുന്ന ആളുകൾക്ക് ഒരു രീതിയിലും അവർക്ക് ഒരു ഒത്തുതീർപ്പിനും പോലീസ് തയ്യാറാവുകയില്ല. പോലീസ് കൃത്യമായി തന്നെ ഇടപെടും. കാരണം സാധാരണപ്പെട്ട ജനങ്ങളെ അല്ലെങ്കിൽ കുടുംബങ്ങളെ ഉൾപ്പെടെ വലിയ രീതിയിൽ ദുരന്തത്തിലേക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അവരെയൊക്കെ കൊലപാതകത്തിലേക്കും അക്രമത്തിലേക്കും കൊണ്ടുപോകുന്ന വലിയ രാസലഹരിയായ ഈ ഒരു MDMA പിടികൂടുക എന്ന് പറയുമ്പോൾ അത് പോലീസിന്റെ ഒരു വലിയ ഒരു മികവ് തന്നെയാണ്. കാരണം പല ഭാഗത്തായിട്ട് പല സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പല രീതിയിൽ MDMA കടത്തുകൾ, കഞ്ചാവ് കടത്തുകൾ, അങ്ങനെ ഒരുപാട് കടത്തുകൾ ഉണ്ടാകുന്ന സമയത്തും ഈ പോലീസിന്റെ ആ ഒരു വലിയ രീതിയിലുള്ള ഇടപെടൽ, കാരണം അവരുടെ ബുദ്ധിപരമായ നീക്കത്തിലൂടെയാണ്. കാരണം ഒരു മലദ്വാരത്തിലൊക്കെ ഒളിപ്പിച്ച് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് പിടികൂടുന്ന ആ പോലീസിനെ നമുക്ക് എത്രയെത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. പല മേഖലകളിൽ നിന്ന് നിരവധി കഞ്ചാവ് ലോബികളെയാണ് അല്ലെങ്കിൽ MDMA ലോബികളെയാണ് ബന്ധപ്പെട്ട കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് പോലീസ് പിടികൂടിയിട്ടുള്ളത്.
ഇപ്പോൾ കൊട്ടാരക്കര മൈലത്ത് നിന്നുമാണ് ഇങ്ങനെയൊരു പിടികൂടക്കം നടന്നിരിക്കുന്നത്. അല്പസമയത്തിനകം മറ്റ് നടപടികൾ പൂർത്തിയാക്കും. ഡോക്ടറിന്റെ നേതൃത്വത്തിൽ സ്കാനിംഗ് നടപടികൾ പൂർത്തിയാക്കും. അപ്പോൾ എത്രത്തോളം ഈ MDMA ഉണ്ട് അതൊക്കെ വ്യക്തമാകും. എന്തായാലും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ ആ ഒരു യുവാവുള്ളത്. അഞ്ചൽ സ്വദേശിയായിട്ടുള്ള അഭയ് എന്ന ആ ഒരു 23-കാരനെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. അല്പസമയത്തിനകം പുറത്തേക്ക് കൊണ്ടുവരും. സ്കാനിംഗ് നടപടികൾക്ക് വേണ്ടി ഇപ്പോൾ പുറത്തേക്ക് ഇറക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ തന്നെ ആ ഒരു യുവാവിനെ കാണാൻ കഴിയും. എന്തായാലും നമുക്ക് പറയാനുള്ള മറ്റു കാര്യം, പല മേഖലകളിലായിട്ട് പല രീതിയിലുള്ള ലഹരിക്കടത്തുകൾ നടക്കുന്നുണ്ട്. പല രീതിയിൽ രഹസ്യ അറകളിൽ അല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ടൊക്കെ വരാറുണ്ട്. പക്ഷേ അപൂർവമായിട്ടാണ് ഈ മലദ്വാരത്തിൽ വെച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ വലയിലാക്കുവാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്പസമയത്തിനകം ഈ ഒരു പിടികൂടിയ യുവാവിനെ പുറത്തേക്ക് കൊണ്ടുവരും. വളരെ വലിയ ഒരു സംഭവം തന്നെയാണ്. അഞ്ചൽ സ്വദേശിയായിട്ടുള്ള 23 വയസ്സുള്ള ആ ഒരു യുവാവിനെയാണ് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ബന്ധപ്പെട്ട കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് പോലീസ് സംഘം ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇതാണ് പ്രതി, കണ്ടില്ലേ? ഇനി സ്കാനിംഗ് നടപടികൾക്കായി ഇപ്പോൾ ആശുപത്രിക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇനി സ്കാനിംഗ് നടപടികൾക്ക് ശേഷം പുറത്തേക്ക് കൊണ്ടുവരും. വളരെ വലിയ ഒരു സംഭവം തന്നെയാണ് നമ്മൾ പ്രേക്ഷകർ മുന്നിലേക്ക് പങ്കുവയ്ക്കുന്നത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിക്കുള്ളിൽ ഇപ്പോൾ ആ ഒരു യുവാവിനെ കൊണ്ടുപോയിരിക്കുന്നു. ആശുപത്രിക്കുള്ളിൽ ഇനി മറ്റ് സ്കാനിംഗ് നടപടികൾക്ക് വേണ്ടി കൊണ്ടുപോകും. വളരെ വലിയ ഒരു സംഭവം തന്നെയാണ്. കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് പോലീസിന്റെ ആ ഒരു മികവിനെ നമുക്ക് എത്രയെത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. ഇന്ന് രാവിലെയോട് കൂടിയായിരുന്നു ഈ ഒരു മൈലത്ത് നിന്നും ഈ ഒരു യുവാവിനെ പിടികൂടിയത്. അഞ്ചൽ സ്വദേശിയായ അഭയാണ്. കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് പോലീസിന്റെ ആ ഒരു സംഘമാണ് പിടികൂടിയത്. ജ്യോതിഷ് ചിറവൂർ, അതുപോലെ തന്നെ ബാലാജി എസ് കുറുപ്പ്, നഗാസ്, അതുപോലെ തന്നെ വിപിൻ പീറ്റേഴ്സ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അങ്ങനെ ഇപ്പോൾ ആ ഒരു യുവാവിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് അല്പസമയത്തിനകം സ്കാനിംഗ് നടപടികളിലൂടെ മാത്രമേ ഇതിന്റെ അളവും മറ്റു കാര്യങ്ങളും ലഭ്യമാവുകയുള്ളൂ. ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് ആ ഒരു യുവാവുള്ളത്. അല്പസമയത്തിനകം മറ്റ് സ്കാനിംഗ് ഒക്കെ നടക്കും. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ബന്ധപ്പെട്ട പോലീസിന്റെ ഒരു മികവിനെ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ ആ ഒരു യുവാവുള്ളത്. ഇവിടെ ഇപ്പോൾ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പല മേഖലകളിലായി ഈ കൊല്ലം റൂറൽ ജില്ലയിലായാലും പല മേഖലകളിലായാലും നിരവധി ആളുകളാണ് ഈ പല രീതിയിൽ ഈ ലഹരിക്കൊക്കെ അടിമയായി ഓരോ കുടുംബങ്ങളും പൊലിയുന്നത്. അങ്ങനെ ഓരോ കുടുംബങ്ങളിൽ അക്രമങ്ങൾ, അതുപോലെ തന്നെ പല രീതിയിലുള്ള വിഷയങ്ങൾ, അതുപോലെ ആത്മഹത്യകളൊക്കെ വർദ്ധിക്കുന്നത് ലഹരിയുടെ ഉപയോഗം മൂലമാണെന്ന് ബന്ധപ്പെട്ട പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊല്ലം റൂറൽ SP വിഷ്ണുപ്രദീപിന്റെ ആ ഒരു നിർദ്ദേശപ്രകാരം നിരവധി പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതുപോലെ ഒരുപാട് ആളുകളെ ഇങ്ങനെ ലഹരിയുമായി ബന്ധപ്പെട്ട് പിടികൂടുന്നത്. അതുകൊണ്ട് തന്നെ കൊട്ടാരക്കര താലൂക്ക് ഇപ്പോൾ ആ ഒരു യുവാവിനെ എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം പുറത്തേക്ക് കൊണ്ടുവരും. പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ഇനിയിപ്പോൾ സ്കാനിംഗ് നടപടികളാണ് നടക്കുക. വളരെ വലിയ ഒരു ലഹരി വേട്ട തന്നെയാണ് കൊട്ടാരക്കര മൈലത്ത് നടന്നത്. കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് SI ജ്യോതിഷ് ചിറവൂരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അഞ്ചൽ സ്വദേശി അഭയ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. വളരെ ആസൂത്രിതമായി തന്നെ, വളരെ തന്ത്രപരമായി തന്നെയാണ് ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ ഈ ഒരു മലദ്വാരത്തിൽ MDMA വന്ന യുവാവിനെ പിടികൂടിയത്. അല്പസമയത്തിനകം നമുക്ക് ഈ ഒരു യുവാവിനെ പുറത്തു കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിയും. സത്യത്തിൽ നമുക്കറിയാം, നമ്മുടെ യുവതലമുറയെ കാർന്നു തിന്നുന്ന തരത്തിൽ KSRTC സ്റ്റാൻഡുകൾ, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ, അതുപോലെ തന്നെ കോളേജുകൾ, സ്കൂളുകൾ, അങ്ങനെ പല പ്രദേശങ്ങളിൽ ഈ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ലഹരി മൂലം നിരവധി കുടുംബങ്ങൾ ഇല്ലാതാവുകയാണ്. ഒരുപാട് പേരുടെ ജീവിതം ഇതിനടിമയായി ഒരുപാട് വാഹനാപകടങ്ങൾ, അങ്ങനെ ഒരുപാട് ദുരന്തങ്ങളാണ് ഈ ലഹരി മൂലം ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ബന്ധപ്പെട്ട കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് സംഘം ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യുന്നത്. കാരണം പോലീസിന്റെ ഈ ഒരു പരിതടച്ച അന്വേഷണം, അതായത് നമുക്കറിയാം, ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത രീതിയിലാണ് സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ഈ പോലീസ് സംഘം പ്രവർത്തിക്കുന്നത്. അങ്ങനെ ലഹരിക്കടിമയായിട്ടുള്ള അല്ലെങ്കിൽ ലഹരി മാഫിയകളിൽ നിന്നും ഒരുപാട് ഈ അക്രമങ്ങൾ ഉൾപ്പെടെ നേരിടേണ്ടി വന്നിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അതെല്ലാം വകവയ്ക്കാതെയാണ് ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ ഇപ്പോൾ ഇങ്ങനെയൊരു പ്രവർത്തനവുമായി ഇറങ്ങിയിരിക്കുന്നത്. കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് സംഘമാണ് പിടികൂടിയത്. മൈലത്ത് നിന്നുമാണ് പിടികൂടിയത്. നമുക്കറിയാം, ഈ ഒരു ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന ആ ഒരു MDMA ആണ് ഇപ്പോൾ ബന്ധപ്പെട്ട പോലീസ് അധികാരികളുടെ ആ ഒരു വലിയ സംഘം ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അല്പസമയത്തിനകം മറ്റ് സ്കാനിംഗ് നടപടികളൊക്കെ പൂർത്തിയാക്കും. അപ്പോൾ മാത്രമേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. എന്തായാലും നമുക്ക് കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു പോലീസിന്റെ ഒരു മികവ് തന്നെയാണ്. കാരണം കൊട്ടാരക്കരയിൽ ഇത് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വർദ്ധിച്ച് ഇത് വന്നുകൊണ്ടേയിരിക്കും. പല യുവാക്കളും അതുപോലെ തന്നെ പല രീതിയിലുള്ള കുട്ടികൾ ഉൾപ്പെടെ ഇത് ലഹരിക്ക് അടിമയായി നശിച്ചു പോയിക്കൊണ്ടിരിക്കും. പക്ഷേ അതിനൊക്കെ
അറുതി വരുത്തുവാൻ പോലീസിൻ്റെ ഒരു ഇടപെടൽ മൂലം കഴിയുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. അല്പസമയത്തിനകം സ്കാനിംഗ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ആ ഒരു യുവാവിനെ പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് യുവാവിൻ്റെ പക്കലുള്ള MDMA പറ്റി എത്ര ഗ്രാം അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. എന്തായാലും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ജ്യോതിഷ് ചിറവൂരിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇപ്പോൾ ആ യുവാവിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ യുവാവിനെ വളരെ ആസൂത്രിതമായി തന്നെ അല്ലെങ്കിൽ വളരെ തന്ത്രപരമായി തന്നെയാണ് ബന്ധപ്പെട്ട പോലീസ് പിടികൂടിയത്. ഒരുപക്ഷെ ഈ യുവാവ് മലദ്വാരത്തിലാണ് MDMA കടത്തിക്കൊണ്ടുവന്നത്. അത് പിടികൂടിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ യുവതലമുറ ഉൾപ്പെടെ നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായേനെ. അതിനൊക്കെ ഒരു അറുതി വരുത്തുവാൻ ബന്ധപ്പെട്ട പോലീസ് അധികാരികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ ഒരു യുവാവിനെ പുറത്തേക്ക് കൊണ്ടുവരും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം അഞ്ചൽ സ്വദേശിയായിട്ടുള്ള 23 വയസ്സുള്ള അഫയ്യാണ് ഇപ്പോൾ ബന്ധപ്പെട്ട കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. പല രീതിയിൽ ഒരുപാട് ആളുകൾ വഴിതെറ്റിപ്പോകുന്ന രാസലഹരിയായിട്ടുള്ള MDMA ആണ് ഇപ്പോൾ ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ പിടികൂടിയിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അല്പസമയത്തിനകം ആ ഒരു യുവാവിനെ മറ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. സ്കാനിങ്ങിലൂടെ മാത്രമേ നമുക്കത് എത്രത്തോളം MDMA ഉണ്ട് എന്നൊക്കെ അറിയാൻ കഴിയുകയുള്ളൂ. സംഭവം എന്തായാലും വളരെ വലിയ ഒരു ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. നമ്മുടെ കൊട്ടാരക്കരയിൽ ഈ ഒരു പോലീസ് പിടികൂടിയത് കൊണ്ട് വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിന് തന്നെ വലിയൊരു വിപത്തായി മാറേണ്ടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ മറ്റ് നടപടികൾക്ക് വേണ്ടി ആ ഒരു യുവാവിനെ കൊണ്ടുപോയിരിക്കുകയാണ്. കൊട്ടാരക്കര SI അഭിലാഷ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴുണ്ട്. അതുപോലെ തന്നെ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് SI ജ്യോതിഷ് ചിറവൂർ, അതുപോലെ തന്നെ ബാലാജി S കുറുപ്പ്, അതുപോലെ തന്നെ ബിപിൻ ക്ലീറ്റസ്, അങ്ങനെ നഹാസ് അടക്കമുള്ള നിരവധി പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലുള്ളത്. അല്പസമയത്തിനകം പുറത്തേക്ക് കൊണ്ടുവരും. പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ തൂക്കവും മറ്റ് കാര്യങ്ങളുമൊക്കെ ലഭ്യമാകും. എന്തായാലും വലിയ ഒരു ലഹരി വേട്ട തന്നെയാണ്. കാരണം പല മേഖലകളിലായിട്ട് പല ആളുകൾ വഴിതെറ്റി പോകുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുടുംബങ്ങൾ അനാഥമായി പോകുന്ന സാഹചര്യം. അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ അനാഥമായി പോകുന്ന സാഹചര്യത്തിൽ പോലീസ് അതിൽ നിന്നും ഒന്നും വിട്ടു നിൽക്കില്ല. കാരണം അവർ കൃത്യമായി സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. കൊണ്ടുപോയില്ല. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അത് എത്ര ഗ്രാമുണ്ടെന്നൊക്കെ നമുക്ക് ലഭ്യമാകും. കാരണം ഇത് വളരെ വലിയ ഒരു ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ഈ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന തരത്തിൽ കാർന്നു തിന്നുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ്. അല്പസമയത്തിനകം അതിൻ്റെ തൂക്കവും മറ്റു കാര്യങ്ങളും പറയും. ഇപ്പം ത്രാസൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൂക്കവും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ആ യുവാവിൽ നിന്നും ആ MDMA പുറത്തെടുക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നടക്കുകയാണ്. എന്തായാലും ഈ ഒരു സംഭവം വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ പല രീതിയിൽ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും അതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് ഇതുപോലെയുള്ള MDMAയും അതുപോലെ തന്നെ കഞ്ചാവും ഉൾപ്പെടെയുള്ള രാസലഹരി പദാർത്ഥങ്ങളാണ് എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടും പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് SI ജ്യോതിഷ് ചിറവൂരിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി പല മേഖലകളിലായിട്ട് ഒരുപാട് കഞ്ചാവ് ലോബികളെ പിടികൂടിയിട്ടുള്ള വ്യക്തിത്വമാണ് ഈ ഒരു ജ്യോതിഷ് ചിറവൂർ. അദ്ദേഹമാണ് ഇപ്പോൾ കൊട്ടാരക്കര മൈലത്ത് നിന്നും ഈ ഒരു പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം പുറത്തേക്ക് കൊണ്ടുവരും. 23 വയസ്സുള്ള അഫയ് എന്ന യുവാവിനെയാണ് ഇപ്പോൾ ബന്ധപ്പെട്ട കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ തൂക്കവും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് ലഭ്യമാകും. എന്തായാലും ഇപ്പോൾ പോലീസ് മറ്റ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. മൈലത്ത് നിന്നുമായിരുന്നു ബാംഗ്ലൂരിൽ നിന്നും വന്ന ആ ഒരു യുവാവിനെ പിടികൂടിയത്. എന്തായാലും വളരെ വലിയ ഒരു സംഭവം തന്നെയാണ്. വലിയൊരു ലഹരി വേട്ട തന്നെയാണ് ഇപ്പോൾ കൊട്ടാരക്കരയിൽ നടന്നിരിക്കുന്നത്. ഈ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് SI ജ്യോതിഷ് ചിറവൂരിൻ്റെ പ്രവർത്തനങ്ങൾ അത് എല്ലാവർക്കും കഞ്ചാവ് ലോബികളുടെ പേടി സ്വപ്നമാണ്. അദ്ദേഹം ഇപ്പോൾ കുന്നിക്കോട് സ്റ്റേഷനിൽ SI ആയിട്ട് ചാർജെടുക്കാൻ പോവുകയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനം അത് വളരെ മാതൃകാപരമാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയുവാനുള്ളത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ ഈ ഒരു ഡാൻസ് ഓഫ് സംഘവും അതുപോലെ തന്നെ കൊട്ടാരക്കര ക്രൈം SI അഭിലാഷ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുള്ളത്. അല്പസമയത്തിനകം ഈ ഒരു തൂക്കവും മറ്റു കാര്യങ്ങളും എല്ലാം ലഭ്യമാകും. സുരാജ് S ലഹരിമാർക്കെതിരെ ആഞ്ഞിരിക്കുന്ന SI മാരായ ജ്യോതിഷ് ചിറവൂർ, ബാലാജി S കുറുപ്പിനും ഡിക്സറുടെ അതെ ഈ നമ്മുടെ ജ്യോതിഷ് ചിറവൂരായാലും ബാലാജി S കുറുപ്പായാലും നമുക്കറിയാം ഒരുപാട് പേരെ പല മേഖലകളിൽ നിന്ന് പിടികൂടിയിട്ടുള്ളത്. അപ്പോൾ വളരെ അവർ ജീവൻ പോലും പണയം വെച്ച് വളരെയധികം സാഹസികമായിട്ടൊക്കെ പിടികൂടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അതുപോലെ തന്നെ ചിന്മയം ആശാരി, തിടനാട് സുരേഷ് എല്ലാവരെയും പിടിക്കണം. അതുപോലെ സജി വെങ്കലക്കടയിൽ അടക്കമുള്ള ആളുകൾ ഈ പോലീസിൻ്റെ പ്രവർത്തനത്തെയൊക്കെ തന്നെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ സനീഷ് PK ഇവനെ വെളിയിൽ വിടരുത്. അതെ അതാണ് വേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഇതിനൊക്കെ കൃത്യമായി ഇതിൻ്റെ ഉറവിടം കണ്ടുപിടിക്കുക എന്നുള്ളത്, ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് അതിൻ്റെ ഉറവിടം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ ഈ ഒരു പ്രതിയെ പിടിക്കുമ്പോൾ അതിൻ്റെ ഉറവിടം കൃത്യമായി കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ എങ്കിൽ മാത്രമേ അതിന് കൃത്യമായിട്ട് അതിന് കടിഞ്ഞാണിടാൻ കഴിയുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ
പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ആ ഒരു യുവാവിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന ആ ഒരു MDMA ആണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അല്പസമയത്തിനകം തൂക്കവും മറ്റു കാര്യങ്ങളുമെല്ലാം പുറത്തു വരും. കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു പോലീസിന്റെ ഒരു മികവ് തന്നെയാണ്. കാരണം കൊട്ടാരക്കരയിൽ പോലീസ് പിടികൂടിയത് ഒരു കാരണം വളരെ ആസൂത്രിതമായി തന്നെ അല്ലെങ്കിൽ വളരെ തന്ത്രപരമായി തന്നെ ബുദ്ധിപരമായുള്ള നീക്കത്തിലൂടെയാണ്. കാരണം പല രീതിയിൽ പല മേഖലകളിൽ പല ലഹരി പദാർത്ഥങ്ങൾ കടത്തുന്ന സാഹചര്യം നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇത് പിടികൂടാൻ കഴിഞ്ഞത് പോലീസിന്റെ ഒരു മികവ് തന്നെയാണ്. അല്പസമയത്തിനകം ആ ഒരു യുവാവിനെ പുറത്തേക്ക് കൊണ്ടുവരും. അഞ്ചൽ സ്വദേശിയായിട്ടുള്ള അഭയ് എന്ന 23-കാരനെയാണ് ഇപ്പോൾ കൊട്ടാരക്കര പോലീസ് പിടികൂടിയുള്ളത്. കൊട്ടാരക്കര പോലീസിന്റെയും അതുപോലെ തന്നെ ഡാൻസ് ഓഫ് പോലീസിന്റെയും ഒക്കെ ആ ഒരു പ്രവർത്തനം ഇപ്പോൾ കൊണ്ടുവരികയാണ്. ആ ഒരു ജ്യോതിഷ് ചിറവൂരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇപ്പോൾ ആ യുവാവിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇനിയിപ്പോൾ സ്കാനിംഗ് നടപടികൾക്കായി കൊണ്ടുപോവുകയാണ്. കണ്ടില്ലേ, നമുക്കറിയാം പല മേഖലകളിലായിട്ട് വർദ്ധിച്ചു വരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, ലഹരി കടത്തുകൾ. അങ്ങനെ ഈ ഒരു ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് 23 വയസ്സുള്ള അഭയ് എന്ന യുവാവിനെയാണ് ഇപ്പോൾ ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ മറ്റ് നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ ഒരു യുവാവിൽ നിന്നും പിടികൂടിയ MDMA പറ്റിയുള്ള അളവും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ ആ ഒരു യുവാവുള്ളത്. അല്പസമയത്തിനകം ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടും. ഓരോ ദിവസങ്ങളിലും നമുക്കറിയാം പല രീതിയിൽ പല ലഹരി കടത്തുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യം. ഇതിപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇങ്ങനെയൊരു പ്രവർത്തനം പിടികൂടിയ പ്രതിയെ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇപ്പോൾ പിടികൂടും എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടും പറയാനുള്ളത്. നമുക്കറിയാം ഇപ്പോൾ MDMA കടത്തിയ ആ ഒരു യുവാവിനെ കൊട്ടാരക്കര പോലീസ് അധികാരികൾ ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തൂക്കവും മറ്റു കാര്യങ്ങളുമൊക്കെ ലഭ്യമാകും. പോലീസിന്റെ ആ ഒരു പ്രവർത്തനത്തെ നമുക്ക് എത്രയെത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. മാതൃകാപരമായ വളരെ വലിയ ഒരു പ്രവർത്തനം തന്നെയാണ്. അല്പസമയത്തിനകം മാത്രമേ അതിന്റെ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. അഞ്ചൽ സ്വദേശിയായിട്ടുള്ള 23 വയസ്സുള്ള അഭയാണ് ഇപ്പോൾ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് SI ജ്യോതിഷ് ചിറവുവിന്റെയും അതുപോലെ തന്നെ മറ്റ് പോലീസ് അധികാരികളുടെയും ഒരു പിടിയിൽ ആയിട്ടുള്ളത്. അല്പസമയത്തിനകം പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇതാണ് പ്രതി. അഞ്ചൽ സ്വദേശിയാണ്. അഞ്ചൽ സ്വദേശിയായിട്ടുള്ള അഭയ് എന്ന ആ ഒരു 23-കാരനെയാണ് ഇപ്പോൾ ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ പിടികൂടിയിരിക്കുന്നത്. വരും മണിക്കൂറിൽ ഇനി ഒരുപാട് ലഹരി വേട്ടകൾ നടത്തുവാനും ഒരുപാട് ഈ കഞ്ചാവ് ലോബികളെയും അതുപോലെ തന്നെ ലഹരി മാഫിയകളെയും പിടികൂടുവാൻ ബന്ധപ്പെട്ട കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് പോലീസിനും മറ്റ് പോലീസ് അധികാരികൾക്കും കഴിയട്ടെ. ഓരോ ദിവസങ്ങളിലും വർദ്ധിച്ചു വരുന്ന ആ ഒരു ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പരിശ്രമം തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം പോലീസിന്റെ ആ ഒരു പ്രവർത്തനം. അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ഇതിന്റെ തൂക്കവും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് ലഭ്യമാകും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ ആ ഒരു യുവാവുള്ളത്. എന്തായാലും ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ ആ ഒരു യുവാവിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം അഞ്ചൽ സ്വദേശിയായിട്ടുള്ള ആ ഒരു യുവാവിനെ പുറത്തേക്ക് കൊണ്ടുവരും. അകത്തിരിപ്പുണ്ട്. 23 വയസ്സാണ്. അഭയ് എന്നാണ് പേര്. വളരെ സാഹസികമായും ആസൂത്രിതമായും തന്നെയാണ് തന്ത്രപരമായുള്ള നീക്കത്തിലൂടെയാണ് പോലീസിന് ആ ഒരു യുവാവിനെ പിടികൂടാൻ കഴിഞ്ഞത്. കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് SI ജ്യോതിഷ് ചിറവൂർ, അതുപോലെ തന്നെ ബാലാജി S കുറുപ്പ്, അതുപോലെ തന്നെ നഹാസ്, അതുപോലെ ബിപിൻ കിറ്റസ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയ ഒരു പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ ആ ഒരു പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. വരും മണിക്കൂറിൽ മാത്രമേ അതിന്റെ തൂക്കവും മറ്റു കാര്യങ്ങളുമൊക്കെ ലഭ്യമാവുകയുള്ളൂ. ഓരോ ദിവസങ്ങളിലും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം മൂലം നിരവധി ജീവനുകളാണ് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിരവധി കുടുംബങ്ങളാണ് അനാഥമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത രീതിയിലുള്ള ആ ഒരു പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേര് ലഹരി മാഫിയകളെ വലയിലാക്കുവാൻ ബന്ധപ്പെട്ട കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് MDMA ആയാലും കഞ്ചാവായാലും അങ്ങനെ രാസലഹരികൾ പല മേഖലകളിലായി ഇനി എങ്ങനെയൊക്കെ കടത്തിയാലും അവരെ എല്ലാം പിടികൂടുവാൻ ബന്ധപ്പെട്ട പോലീസിന് കഴിയുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. അല്പസമയത്തിനകം ആ ഒരു യുവാവിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ ആ ഒരു യുവാവുള്ളത്. അല്പസമയത്തിനകം നമുക്ക് ഈ ഇതിന്റെ തൂക്കവും മറ്റു കാര്യങ്ങളുമൊക്കെ ലഭ്യമാകും. എന്തായാലും വലിയ ഒരു ലഹരി കടത്ത് തന്നെ അല്ലെങ്കിൽ വലിയൊരു ലഹരി വേട്ട തന്നെയാണ് ഇപ്പോൾ ബന്ധപ്പെട്ട കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് പോലീസിന്റെ ഭാഗത്ത് നിന്നും നടന്നിരിക്കുന്നത്. കൊട്ടാരക്കര പോലീസ് ഉൾപ്പെടെ അതിന് നേതൃത്വം കൊടുത്തിരുന്നു. കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് SI ജ്യോതിഷ് ചിറവൂർ, അതുപോലെ തന്നെ ബാലാജി S കുറുപ്പ്, അതുപോലെ നഗാസ്, അതുപോലെ ബിപിൻ കിറ്റസ് അടക്കമുള്ള നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ വളരെയധികം തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് ഇപ്പോൾ ആ ഒരു പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. അഞ്ചൽ സ്വദേശിയായിട്ടുള്ള അഭയ് ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. അല്പസമയത്തിനകം തൂക്കവും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്കറിയാം.
അറിയാം ഈ വന്ന കാലത്ത് പല രീതിയിലാണ് ലഹരിക്കടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം ലഹരിയുടെ ആ ഒരു താവളം പല മേഖലകളിലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ലഹരിയുമായി ബന്ധപ്പെട്ട് പല താവളങ്ങളും പൂട്ടിക്കുവാൻ ബന്ധപ്പെട്ട പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായി ഇനി ഏതൊക്കെ രീതിയിൽ ലഹരി കടത്തിയാലും അത് ബന്ധപ്പെട്ട പോലീസ് പിടികൂടും. കേരള പോലീസ് അങ്ങനെ തന്നെയാണ്, പലയിടത്തു നിന്നും പല ആളുകളെയും പല രീതിയിൽ പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എങ്ങനെയൊക്കെ കടത്തിയാലും അതിനെയൊക്കെ പിടികൂടുവാനുള്ള സംവിധാനങ്ങളും അതിനുള്ള ആ ഒരു സജ്ജീകരണങ്ങളും എല്ലാം ബന്ധപ്പെട്ട പോലീസിനുണ്ട്. അതിൻ്റെ ഒരു തെളിവാണ് ഈ ചെയ്തിരിക്കുന്നത്. അതായത് കൊട്ടാരക്കരയിൽ മൈലത്ത് നിന്നുമാണ് ഈ ഒരു യുവാവിനെ പിടികൂടിയത്. മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന MDMA ആണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. കൂടുതൽ തൂക്കവും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരു മണിക്കൂറിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അല്പസമയത്തിനകം എന്തായാലും ആ യുവാവിനെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരും. ഇപ്പോൾ മറ്റ് നടപടിക്രമങ്ങൾക്ക് വേണ്ടി താലൂക്ക് ആശുപത്രിയിൽ ഇരുത്തിയിരിക്കുകയാണ്. നമുക്ക് പറയാനുള്ളത് ബാംഗ്ലൂരിൽ നിന്നുമായിരുന്നു ഈ ഒരു ലഹരി എത്തിച്ചത്. നമുക്കറിയാം പല മേഖലകളിലായിട്ട് കഞ്ചാവും അതുപോലെ തന്നെ MDMA ഒക്കെ പലരും പിടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഈ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ MDMA കൊണ്ടുവരുന്നത്. അപ്പോൾ ഉറവിടം കണ്ടുപിടിക്കുക, അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഉറവിടം കൂടെ കണ്ടുപിടിക്കുക എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ലഹരിയുടെ ആ ഒരു വ്യാപനം തടയാൻ കഴിയും. കൊട്ടാരക്കര താലൂക്ക് ഓഫീസിലാണ് ഇപ്പോൾ ആ ഒരു യുവാവ് ഉള്ളത്. അഞ്ചൽ സ്വദേശിയായിട്ടുള്ള അഫയ്യാണ് ഇപ്പോൾ ഉള്ളത്. അല്പസമയത്തിനകം പുറത്തേക്ക് കൊണ്ടുവരും. നമ്മുടെ യുവതലമുറയെ കാർന്നു തിന്നുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു ലഹരിയുടെ ഉപയോഗം കൂടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അതിനെതിരെ ശക്തമായ രീതിയിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലഹരിയെ തുരത്താൻ കഴിയുള്ളൂ. പോലീസിനും മാത്രമല്ല, പോലീസിന്റെ ആ ഒരു കൂടെ നമ്മളെല്ലാവരും നിൽക്കുക, നമ്മൾ ഓരോരുത്തരും പോലീസിനോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് അതിന് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. കൊട്ടാരക്കര താലൂക്ക് ഓഫീസിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഓരോ ദിവസങ്ങളിലും വർദ്ധിച്ചു വരുന്ന ആ ഒരു കൊലപാതകങ്ങൾ, അതുപോലെ അക്രമങ്ങൾ, അങ്ങനെ പല സംഭവങ്ങൾ നമ്മൾ കാണുന്നതാണ്. അങ്ങനെ ഓരോ സംഭവങ്ങൾക്കും പ്രധാനമായിട്ടും കാരണമായി മാറുന്നത്, വില്ലനായി മാറുന്നത് MDMAയും കഞ്ചാവും പോലെയുള്ള ലഹരി പദാർത്ഥങ്ങളാണ്. അത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാം. പോലീസിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാം. പോലീസിന്റെ വലിയ ക്യാമ്പയിനുകൾ അല്ലെങ്കിൽ പോലീസിന്റെ ബോധവൽക്കരണ ക്ലാസുകളൊക്കെ പലയിടത്തായിട്ട് നടക്കുന്ന നമ്മൾ കാണുന്നതാണ്. അതിനൊക്കെ നമ്മൾ കൂടി ഈ പറഞ്ഞ ജനപ്രതിനിധികളായാലും അതുപോലെ തന്നെ മറ്റ് റെസിഡന്റ് അസോസിയേഷന്റെ ഭാരവാഹികളായാലും അങ്ങനെ ഈ പ്രധാനമായിട്ടും എല്ലാവരും പൊതുപ്രവർത്തകരും ഒറ്റക്കെട്ടായി നിന്ന് പോലീസിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു പരിധിവരെ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുവാൻ കഴിയും എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. കൊട്ടാരക്കര താലൂക്ക് ഓഫീസിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ആ ഒരു യുവാവിനെ പുറത്തേക്ക് കൊണ്ടുവരും. നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു യുവാവിനെ ഇപ്പോൾ താലൂക്ക് ഓഫീസിൽ 8 പോസ്റ്റിൽ ഇപ്പോൾ ഇരുത്തിയിരിക്കുകയാണ്. കൂടുതൽ സ്കാനിങ്ങും മറ്റ് കാര്യങ്ങളുമൊക്കെ നടത്തി മറ്റ് തൂക്കവും മറ്റ് കാര്യങ്ങളുമൊക്കെ അല്പസമയത്തിനകം പുറത്തുവിടും. കൊട്ടാരക്കര താലൂക്ക് ഓഫീസിലാണ് കൂടുതൽ മൈലത്ത് നിന്നുമാണ് ആ ഒരു യുവാവിനെ ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ പിടികൂടിയത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പങ്കുവയ്ക്കുന്നത്. ഇതാണ് ആ ഒരു യുവാവ്, 23 വയസ്സാണ്, അഫൈ എന്നാണ് പേര്. കൊട്ടാരക്കര താലൂക്ക് ഓഫീസിൽ നിന്നും ഇപ്പോൾ ആ ഒരു യുവാവിനെ ബന്ധപ്പെട്ട പോലീസിന്റെ ആ ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനം MDMAയുമായി വന്ന ആ ഒരു 23-കാരനായ അഫൈ എന്ന യുവാവിനെ ഇപ്പോൾ കൊട്ടാരക്കര പോലീസ് പിടികൂടിയിരിക്കുന്നു. കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. മൈലം പെട്രോൾ പമ്പിന് സമീപത്ത് നിന്നുമാണ് പിടികൂടിയിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നുമാണ് MDMAയുമായി ഈ ഒരു യുവാവ് വന്നത്. വളരെ മാതൃകാപരമായ പ്രവർത്തനം, പോലീസിന്റെ ആ ഒരു മികവുറ്റ പ്രവർത്തനം തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ഇവിടെ ആശുപത്രിയിൽ മറ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ആ ഒരു യുവാവിനെ ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. കൊല്ലം റൂറൽ പോലീസിന്റെ ആ ഒരു പ്രവർത്തനം നമുക്ക് എത്രയെത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. അല്പസമയത്തിനകം ആ ഒരു യുവാവിനെ ഇവിടെ നിന്നും കൊണ്ടുപോകും. കൊല്ലം റൂറൽ പോലീസിന്റെ മാതൃകാപരമായ ഒരു പ്രവർത്തനം തന്നെയാണ്. ലഹരിക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത പ്രവർത്തനമാണ് കൊല്ലം റൂറൽ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് പോലീസിന്റെ ഈ ഒരു പ്രവർത്തനം അത് നമുക്ക് എത്രയെത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. പലയിടത്തുനിന്നായിട്ട് ലഹരിയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ പിടികൂടിയിട്ടുള്ള പോലീസ് ഇപ്പോൾ മൈലത്ത് നിന്നുമാണ് ഈ ഒരു യുവാവിനെ പിടികൂടിയിരിക്കുന്നത്. കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. പല മേഖലകളിലായി വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗത്തിന് കടിഞ്ഞാണിടുവാൻ പോലീസിന് കഴിയുന്നുണ്ട്. ലഹരിക്കെതിരെ വലിയ വലിയ ഓപ്പറേഷനുകൾ നടത്തുന്നുണ്ട്. അങ്ങനെ 23 വയസ്സുള്ള അവൈ എന്ന ആ ഒരു അഞ്ചൽ സ്വദേശിയാണ് ഇപ്പോൾ ബന്ധപ്പെട്ട കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് പോലീസ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പങ്കുവയ്ക്കുന്നത്. കൊട്ടാരക്കരയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ ഒരു അല്പസമയത്തിനകം ആ ഒരു യുവാവിനെ ഇവിടെ നിന്നും കൊണ്ടുപോകും. ബന്ധപ്പെട്ട കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് പോലീസിന്റെ പ്രവർത്തനത്തെ നമുക്ക് എത്രയെത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് SI ജ്യോതിഷ് ചിറവൂർ, അതുപോലെ തന്നെ മറ്റ് നിരവധി പോലീസ് അധികാരികളൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് വലിയ പരിശ്രമത്തിലൂടെയാണ് ഇപ്പോൾ ആ ഒരു പ്രതിയെ പിടികൂടിയത്. അഫൈ എന്ന ആ ഒരു പ്രതിയെ ഇപ്പോൾ ഇവിടെ നിന്നും കൊണ്ടുപോയിരിക്കുകയാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിക്ക് ശേഷം മറ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം കൊണ്ടുപോയിരിക്കുകയാണ്.
അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലഹരിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുവാൻ പോലീസിന് കഴിയട്ടെ. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി എത്തിയ ശേഷം ഇപ്പോൾ ആ ഒരു യുവാവിനെ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരിലേക്ക് മടങ്ങിയെത്താം.